ചേട്ടാ, ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ? ആ, കയറി വാ. അപ്പൻ്റെയാ? ചേട്ടനിതൊന്ന് വായിച്ചിട്ടേ ഞാൻ പറയുന്ന പോലെ ഒരു മറുപടി എനിക്കൊന്ന് എഴുതി തരൂ. ഞാൻ എഴുതിയ മൊത്തം അക്ഷരത്തെറ്റായിരിക്കും, അതുകൊണ്ടാ. ഈ കത്തിന് ഞാനെന്ത് മറുപടി മോൾക്കൊണ്ട് എഴുതേണ്ടത്? യുദ്ധം തീരുന്നതിന് മുന്നേ അപ്പനോടൊന്ന് തന്നെ വന്ന് കാണാൻ പറയണം. അപ്പൻ നട്ടുപിടിപ്പിച്ച റോസിനെ കുറിച്ച് കത്തിൽ എഴുതാതിരുന്നതിൻ്റെ സങ്കടം എഴുതണം. പിന്നെ 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 ഈ കത്ത് വായിച്ചിട്ടും വീണ്ടും അപ്പനല്ല അപ്പൻ്റെ കത്താണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം അപ്പൻ്റെ മണമെങ്കിലും ഒന്ന് അയക്കാൻ പറയണം. അതിർത്തിന്ന് അപ്പൻ്റെന്ന് പറഞ്ഞ എനിക്ക് അയച്ച കത്ത് ചേട്ടൻ എഴുതിയതല്ലേ? ഞാനൊന്ന് മാറ്റിക്കോട്ടെ, അവിടെ പോയി ഇരിക്കി. എന്നെ കാണണമെന്ന് തോന്നി ഞാൻ അങ്ങോട്ട് വരില്ല. എനിക്ക് നിന്നെ കാണാൻ തോന്നി നീ അങ്ങോട്ട് വരുമോ? ഇവിടെ എന്താ പരിപാടി? എഴുത്തും നാടകമൊക്കെ ആയിട്ട് വന്നതാണ്.
ഇത് നിന്നെ ആർക്കും കാണാൻ തോന്നിയിട്ടുണ്ടാവും, ഇങ്ങോട്ട് വന്ന്. കഴിഞ്ഞ 21 വർഷമായിട്ട് എന്നെ ആരെങ്കിലും കാണാത്ത ഒരു ദിവസമെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ഡാ, ഇതെനിക്ക് ഇന്നലെ വന്നൊരു പ്രേമലേഖനാ. നീ ഇത് വായിച്ചിട്ടേ എനിക്ക് പറ്റിയൊരു മറുപടി എഴുത്തരണം. നിനക്കോ? അതും പ്രേമലേഖനം? നീയൊക്കെ അത്രയും കാലം പ്രേമമില്ലാതല്ലേ എൻ്റെ മേൽ ലേഖനം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതങ്ങനല്ലടാ. എന്നെ ഇതുവരെ കണ്ടിട്ടുകൂടിയില്ലാത്ത ഒരു പയ്യൻ എഴുതിയതാ. ഈ കത്തിന് ഞാനെന്ത് മറുപടി എഴുതണ്ടേ? നിന്റെ ഗന്ധവും നിറവും ശബ്ദവും എനിക്ക് അജ്ഞാതമാണ്. എന്നാൽ നീ ഒരു പുറംകടലാസിൽ എഴുതിയ വരികൾ എനിക്കേറെ പരിചിതവും. കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ആസക്തികൾ എന്നിലേക്ക് കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് പ്രിയനെ എന്നിലേക്ക് എൻ്റെ ശരീരം അറിഞ്ഞിട്ടില്ലാത്ത ഒരുവനിൽ നിന്ന് പ്രണയത്തിൻ്റെ വാക്കുകൾ പെയ്തിറങ്ങുന്നത്. ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, മറക്കാൻ പാടില്ലാത്ത, മറന്നുകൊണ്ടിരിക്കുന്ന സകല പുരുഷന്മാരെയും മറക്കാതെ മറന്നുകൊണ്ട് നിന്നെ മാത്രം ഞാൻ ഓർക്കാൻ ശ്രമിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ വാക്കു തരുന്നു. ഒരിക്കലും നേരിൽ കാണാൻ കഴിയാതെ വരികളിലൂടെ മാത്രം നിന്നെ അറിയാൻ കഴിയണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നേരിൽ കാണുന്നതോടുകൂടി മറ്റുള്ള പുരുഷന്മാരെപ്പോലെ നീയും എന്നെ ഭക്തിയോടെ ആരാധിച്ചെന്ന് വരാം. അങ്ങനെ സംഭവിക്കുന്ന നിമിഷം തൊട്ട് ഞാനല്ലാത്തതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഒരിക്കലും നിനക്കെന്നെ സമ്പൂർണമായി കീഴടക്കാൻ സാധിച്ചെന്നും വരില്ല. പ്രിയനെ, എന്നെ ഭോഗിച്ചതുകൊണ്ട് മാത്രം എത്രയെത്ര ജീവിതങ്ങളും കുടുംബങ്ങളും സ്വപ്നങ്ങളുമാണെന്നോ പൊലിഞ്ഞു പോയത്. നിന്നോടുള്ള അടക്കാനാവാത്ത പ്രണയത്താൽ ഞാൻ എഴുതട്ടെയോ? നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പിന്നെ നിനക്കങ്ങനെ സ്ത്രീയെ പരിചയം? എൻ്റെ അപ്പ അവരുടെ വീട്ടിലാണ് മരിച്ചത്. കുറച്ച് ദിവസം മുമ്പാ അപ്പ എഴുതിയ ഡയറി ഞാൻ വായിച്ചത്. അതിലധികവും ഇവരുടെ കൂടെ ചെലവഴിച്ച രാത്രികളും ഇവരുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെയാണ്. അപ്പൻ്റെ ഡയറി വായിച്ചപ്പോഴാണ് ഇവരോട് വല്ലാത്തൊരു ആർത്തിയാണ് എനിക്ക് തോന്നിയത്. എന്നിട്ടാണോ കത്തെഴുതി സമയം കളയുന്നത്? എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ സ്ത്രീയെ കാണണ്ട. അപ്പോൾ ഇന്നലെ അവർ അയച്ച കത്തിന് ഞാനെന്ത് മറുപടി എഴുതണം? നിങ്ങളുടെ ഗന്ധവും നിറവും ശബ്ദവും എനിക്ക് പരിചിതമാണ്. ഞാൻ നിങ്ങളെ കണ്ടില്ലെങ്കിൽ കൂടിയും ഓരോ രാത്രിക്ക് ശേഷവും നിങ്ങളുടെ ചുവന്ന കിടക്കവിരിപ്പ്, നിങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന രീതി തൊട്ട് നിങ്ങളുടെ മൂക്കിലിരിപ്പുള്ള മൂക്കുത്തിയെക്കുറിച്ച് വരെ ഞാൻ ഗഹനമായി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോഴും നിങ്ങൾ എനിക്ക് അപരിചിതമായി തന്നെ തുടരുന്നു. അനുഭവം കൊണ്ട് മാത്രം ഗ്രഹിക്കേണ്ടുന്ന അറിവിൻ്റെ അഭാവം കൊണ്ട് അപരിചിതരായി തീരേണ്ടി വന്ന നമുക്ക് പ്രണയത്തിൻ്റെ നശ്വരതയിൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഒളിഞ്ഞിരിക്കാം. ഒരിക്കലും പരസ്പരം കാണാൻ കഴിയരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും ഒരു അഭിസാരികയുടെ പ്രാർത്ഥനയും കരുതലും കൂടെയുണ്ടെന്നുള്ള ആ ധൈര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീക്കട്ടെ. മൂപ്പരെവിടെ? അതുണ്ട്. നീ എപ്പോൾ വന്നു? ഞാനിപ്പം വന്നേ ഉള്ളൂ. നമ്മുടെ പയ്യനാ?
ഒരു കാമുക്ക് വേണ്ടി കത്ത് എഴുതാൻ വേണ്ടി വന്ന. നാണിക്കണ്ടടോ, ഞാനും കാമുകന് വേണ്ടി കത്തെഴുതിക്കാൻ വന്നതാ.